ഹലോ കുഞ്ഞുമണീസ്, കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ മീൻ കിട്ടി. അപ്പോൾ വിചാരിച്ച് അത് തയ്യാറാക്കുന്ന വിധം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിലോപ്പി മീനാണ്. അപ്പോൾ തിലോപ്പി ആദ്യം നീറ്റാക്കിയിട്ട് അത് അരപ്പ് പുരട്ടി വയ്ക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മസാല ഇടുന്നതിന് വേണ്ടിയാണ് എല്ലാ പൊടികളും ചേർക്കുന്നത്. പൊടികളും ചേർത്ത ശേഷം നല്ലതുപോലെ ശകല എണ്ണയും കൂടെ ഒഴിച്ച് മസാല മീനിൽ പുരട്ടി വയ്ക്കുകയാണ്. കാര്യം കുറച്ച് നേരം ഒന്നത് ഫ്രിഡ്ജിൽ വെച്ച് ആ മീനിൽ മസാല പിടിക്കാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാം റെഡിയാക്കി വയ്ക്കുകയാണ്. കണ്ടോ? അതിനുശേഷം അതിൽ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി സവാളയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ റെഡിയാക്കി വെച്ചേക്കാണ്. പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് സവാള ഇട്ടു. സവാള ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. സവാള കുറച്ച് നേരം കിടന്നൊന്ന് വാടട്ടെ. എന്നിട്ട് അതിലോട്ട് ശകലം വെളുത്തുള്ളി ഇട്ട് കൊടുത്തായിരുന്നു. വെളുത്തുള്ളി ഇട്ടിട്ട് തക്കാളി ഇട്ട് കൊടുത്തു. ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് 2-3 പച്ചമുളക് കൂടെ കീറിയതിട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് വാടട്ട്. കുറച്ച് നേരം ഒന്ന് ആ പച്ചമണം ഒന്ന് വാടിയ ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ശകലം മുളക് പൊടി. കാര്യം മസാലയിൽ നേരത്തെ മീൻ ഫ്രൈ ആക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതും ഗരം മസാലയുടെ പൊടിയും ശകലം കുരുമുളക് പൊടിയൂടെ ഇട്ട് വീണ്ടും ഒന്ന് വാടുന്നതിന് വേണ്ടി ഇട്ടു. അതിനുശേഷം അപ്പുറത്തെ അടുപ്പിൽ മീൻ ഫ്രൈ ആക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ആയ ശേഷം അത് വാഴയിലയിലോട്ട് എടുത്ത് വെച്ചിട്ട് ആ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല എല്ലാം അതിൻ്റെ മുകളിൽ ഒന്ന് പുരട്ടി കെട്ടിയാണ്, വാഴയിലയിൽ കെട്ടി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് ആവി കയറ്റാൻ വെച്ചേക്കാണ്. കുറച്ച് നേരം ഒരു ആവി കയറ്റിയ ശേഷം അത് പൊതി അടിക്കുന്നതാണ് കണ്ടോ. മസാലയൊക്കെ പിടിച്ച് സൂപ്പർ ടേസ്റ്റായിരുന്നു കണ്ടോ. മോൻ ടേസ്റ്റ് നോക്കിയാണ്. നല്ല ചൂടാണ്. അടുത്ത പൊതിയും അയാൾ തന്നെയാണ് അടിക്കുന്നത്. അവന് ഒരു ഹോബിയാണത്. കണ്ടോ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.